കൂർക്കമ്പലി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഞാൻ ചെറിയൊരു ഒബ്ജക്റ്റ് വെച്ച് പറഞ്ഞു തരട്ടെ. ഇതെന്താണെന്ന് അറിയാമോ? നമ്മൾ ചെറുപ്പത്തിൽ ഒക്കെ ഉപയോഗിച്ചിരുന്ന പി ഇല്ലേ, അതാണ്. ഇത് നമുക്കൊന്ന് ഊതി നോക്കിയാലോ? നല്ലൊരു സൗണ്ട് വന്നല്ലേ? ഇതെങ്ങനെയാണ് സൗണ്ട് വന്നത്? ഈ ഒരു കുഴൽ കണ്ടോ? ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കി അതിലൂടെ കാറ്റ് പോയപ്പോഴാണ് സൗണ്ട് വന്നത്. പക്ഷേ ഇത് വെറും ഒരു കുഴൽ മാത്രമായിരുന്നെങ്കിൽ ഇതിലൂടെ കാറ്റ് പോകുമ്പോൾ സൗണ്ട് വരില്ല. സോ സിമ്പിളായിട്ട് കൂർക്കമ്പലിയുടെ പ്രിൻസിപ്പിളും അത് തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മൂക്കിൽ നിന്നും ശ്വാസം പോകുന്ന വഴിക്ക് എവിടെ ഒബ്സ്ട്രക്ഷൻ വന്നാലും കൂർക്കമ്പലി ഉണ്ടാവാം. ഉദാഹരണത്തിന് മൂക്കിന്റെ പാലത്തിലെ വളവ്, തൊണ്ടയിലുണ്ടാകുന്ന ദശവളർച്ച, ശ്വാസകോശത്തിലേക്ക് പോകുന്ന കുഴലുകളിലെ ഒബ്സ്ട്രക്ഷൻ ഒക്കെ കൂർക്കമ്പലി ഉണ്ടാക്കുന്നതാണ്. പൊതുവെ ആണുങ്ങളാണ് ഈ കൂർക്കം വലിക്കുന്നത്, അവരെ കൊണ്ട് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എന്നാണ് ഒരു ധാരണ, അല്ലേ? പക്ഷെ നിങ്ങൾക്കറിയോ, നമ്മുടെ സ്ത്രീകളും നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ട്. കൂർക്കം വലി ഒരു പരിധിവരെ കുറയ്ക്കാനുള്ള 1-2 ടിപ്സുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, അമിതഭാരമുള്ള ആൾക്കാരാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കാനൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മലർന്ന് കിടക്കാതെ ശരീരം ഒരു ഭാഗത്തേക്ക് ചരിച്ചു വെച്ച് കിടക്കാം. രാത്രി സമയങ്ങളിലുള്ള അമിതമായ കാപ്പി കൂടി, ഉറങ്ങാൻ വേണ്ടി ഉറക്ക ഗുളിക കഴിക്കുന്നത്, കുറെ കാലമായിട്ടുള്ള അലർജി മെഡിക്കേഷൻസ് എടുക്കുന്നതൊക്കെ ഒന്ന് കുറക്കാം. മദ്യപാനം ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. രാത്രി സമയങ്ങളിൽ മിനിമം 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കണം. പക്ഷേ അസഹനീയമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ENT ഡോക്ടറെ കാണാൻ മറക്കരുത്.